ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. സോ നമ്മൾക്ക് നോക്കാം ക്യുക്കായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നുണ്ടോ, എന്താണ് സിറ്റുവേഷൻ, ആളുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. വഴക്കോ വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾക്കിപ്പോൾ വേണ്ട. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 6 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റേഴ്സ്, 6 ഓഫ് വാൺസ്, 3 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, ഡബിൾ കാർഡ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾ, സ്റ്റാർ കാർഡ്, 6 ഓഫ് കപ്പ്, ബോട്ടം ഓഫ് ദ ഡെക്ക്, 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കുറച്ച് നാളായിട്ട് ആ ഒരു പേഴ്സൺ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട്. അത് തോന്നലല്ല, പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുനിന്നും മറച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ വിഷമിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ചോദിച്ചാൽ പോലും ഒരു ക്ലാരിറ്റി തരാത്ത സിറ്റുവേഷൻ നിങ്ങളെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി നിർത്തുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഒത്തുതീർപ്പാക്കി പോകണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകണം, ഇതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കണം. പലപ്പോഴും ആ ഒരു വ്യക്തി ഒത്തുതീർപ്പാക്കി ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോയാലോ എന്ന് ചിന്തിച്ചാലും അടുത്ത സെക്കൻഡിൽ വേണ്ട, ശരിയാകത്തില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് മൈൻഡിനെ പെട്ടെന്ന് മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പലപ്പോഴും നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കും, പല ഇഷ്യൂസും വീണ്ടും അവിടെ ഉണ്ടാകും, സംസാരങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും എന്നൊരു നെഗറ്റീവ് തോട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. എന്ത് നിങ്ങളടുത്ത് പറഞ്ഞാലും അതൊരു വഴക്കിലേക്ക് ചെന്ന് കലാശിക്കുമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, ആൻഡ് 6 ഓഫ് വാൺസും അതേപോലെ തന്നെ 3 ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇഷ്യൂ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ഈ ഒരു പേഴ്സൺ ഒരു പ്രശ്നമായിട്ട് ഒന്ന് നേരിട്ട് കാണണം, സംസാരിക്കണം എന്നുള്ളത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂസ് ഒന്നും വരില്ല, നിങ്ങൾക്ക് കണ്ട് സംസാരിക്കാനോ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ഉള്ളതും ഒരു പ്രശ്നമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് 6 ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടോ നിങ്ങൾക്ക് വേറെ നല്ല ആൾക്കാരെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്, ഈ പേഴ്സൺ ഡിസേർവ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ നെഗറ്റീവായിട്ട് ഈ പേഴ്സണെ പറ്റിയിട്ട് ഈ പേഴ്സൺ വിലയിരുത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പല കാര്യത്തിലും ഒരു ചേർച്ച ഇപ്പോൾ ഇല്ല എന്നത് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. നേരത്തെ മേ ബി എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടായിട്ട് ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ചേർച്ചക്കുറവ് പോലെ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റിയോ ഒരു ഡെവിൾ ഇൻഫ്ലുവൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. മേ ബി അത് ഒരു തേർഡ് പേഴ്സൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തി വന്നു എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയും നമ്മൾ പറയും. അതേപോലെ ഇപ്പോൾ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തേർഡ് പാർട്ടി ആയിട്ട് പറയും. വേറൊരു വ്യക്തി വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഇടയിലൊരു സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിലും അതൊരു തേർഡ് പാർട്ടി ആയിട്ട് പറയും. ലോങ് ഡിസ്റ്റൻസ് കാരണം മീറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ബ്ലോക്ക് ചെയ്തിട്ട് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി ആയിട്ട് പറയും. ചിലരുടെ കേസിൽ ജാതി മത വ്യത്യാസങ്ങളൊക്കെ കാരണം വിവാഹങ്ങളൊക്കെ മാറിപ്പോകുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അതും നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് പറയും. ഓക്കെ,
സോ ഒരു പേഴ്സൺ വന്നത് മാത്രമല്ല, ബാക്കി നമ്മളുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും നമ്മൾ എന്താണോ ബ്ലോക്കേജ് വരുത്തുന്നത് അത് നമ്മൾ തേർഡ് പാർട്ടിയായിട്ട് പറയും. ഇവിടെ ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും എന്തുകൊണ്ടോ നിങ്ങളടുത്തേക്ക് അടുക്കാൻ പറ്റാത്തത്രയും ഒരു നെഗറ്റീവ് എനർജി ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. അത് മേ ബി വേറെ ആരെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇതിനിടയിൽ ഉണ്ടാവാം. അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ആരാണ് എന്താണ് എന്നുള്ളത്. കൂടുതലും ഒരു ഫെമിനൈൻ എനർജിയാണ് എടുത്തു കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം, നേരിട്ട് കാണണം, ഒരു ക്ലാരിറ്റി തരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ആളൊരു കേസിൽ പെട്ട് കിടക്കുകയാണ്. ഒരു വിക്റ്റിം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും. സോ ഒരു നെഗറ്റീവ് എനർജി പിന്നെയും ആളെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു. ഒരു ഡിലേ വരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് തന്നെ ഒരു ലൈഫ് മുന്നോട്ടേക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ, എന്ത് ചെയ്യണം, ഒരു ഒത്തുതീർപ്പാക്കി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, ഇനി മുന്നോട്ടേക്കും വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമോ? ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചൊക്കെ മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. സോ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത് എന്നൊരു തോന്നലെല്ലാം തന്നെ ഈ ഒരു പേഴ്സണുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ച് മാറി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് സ്റ്റാർ കാർഡ് 6 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും മറന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ആരൊക്കെ വന്നാലും പോയാലും നിങ്ങൾക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ വ്യക്തി അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾക്ക് കുറച്ച് പേർ മാത്രമേ നമ്മുടെ മനസ്സിലൊരു സ്പെഷ്യലായിട്ട് നിൽക്കുകയുള്ളൂ അല്ലേ. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പേരെ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും നമ്മൾക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്. അതിൽ നിങ്ങളുമുണ്ട്. ആ പേഴ്സൻ്റെ മനസ്സ് കീഴടക്കിയതിൽ നിങ്ങളുമുണ്ട് എന്നതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു സ്ഥാനം തന്നെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ സംസാരിക്കാൻ ഒരു ക്ലാരിറ്റി തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയോ ഈഗോയും എല്ലാം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഹോപ്പുണ്ട്. ഈ പേഴ്സൺ കുറച്ചൊന്ന് ഹീലാകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചിന്തകളൊക്കെ മാറ്റി ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ മാറ്റി ഒന്നും കൂടി ഒന്ന് ഓക്കെ ആയി ഒരു ഹീലിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുമായിട്ട് തന്നെ ഒരു ബേബി, ഒരു ഫ്യൂച്ചറൊക്കെയാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് തമ്മിലുള്ളൊരു കണക്ഷൻ ആവാനുള്ളൊരു ചാൻസും ഉണ്ട്. ഈ ഒരു പേഴ്സണൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ, ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ് ഈ പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസും ഉണ്ട്. സോ അതിനുള്ളൊരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം മെസ്സേജ് അയക്കണം, കാണണം, സംസാരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അടുത്തൊരു ആക്ഷനിലേക്ക് വരുന്നില്ല. നമ്മൾക്ക് എന്താണ് വേണ്ടത്, അത് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് എന്നുള്ളതോ നേരിട്ട് കാണാം എന്നുള്ളതോ അതൊരു ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. സോ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി നിങ്ങൾക്ക്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻഡിക്കിൾ, വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ്, 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ലവേഴ്സ് കാർഡ്, 5 ഓഫ് സോഡ്സ്, 3 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് രാത്രി സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്, എഴുതിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രെങ്ത് കിട്ടുന്നതായിട്ടും, ഈ പേഴ്സൺ ഡെസ്റ്റിനിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി ഉടനെ തന്നെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ ഇത് ട്വിൻ ഫ്ലെയിം ആണ്. ഞാൻ നേരത്തെയും ഒരുപാട് റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് തന്നെ വളരെ ചുരുക്കമാണ് ട്വിൻ ഫ്ലെയിം എന്നുള്ളതും. അതേപോലെ തന്നെ അതൊന്നിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, അതായത് നമ്മൾക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ മുൻ ജന്മത്തിലൊക്കെ പരിചയമുള്ളതുപോലെ തന്നെ നമ്മൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു പേഴ്സണുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പല ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അതേപോലെ തന്നെ ഒന്നിക്കാനും വളരെയധികം ബുദ്ധിമുട്ടുമാണ്. സോ അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലരുടെ കേസിൽ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ടും ഈ ഒരു സ്റ്റക്നെസ്, ചെറിയൊരു സ്റ്റക്നെസ്സും കാര്യങ്ങളും ഒരു സെപ്പറേഷനൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്.
സോ അത് ചിലരുടെ കേസിൽ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ടും കൂടിയാണ്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് രാത്രി സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഒരുമിച്ചൊരു ലൈഫ് വേണം, നിങ്ങളുമായിട്ടൊരു ഗുഡ് ഫോർച്യൂൺ, വീൽ ഓഫ് ഫോർച്യൂണും കിട്ടിയിട്ടുണ്ട്. മൂൺ കാർഡ് വിത്ത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ ഒരു ഗുഡ് ഫോർച്യൂൺ, നിങ്ങളുമായിട്ടൊരു ലൈഫാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങളെ ഫ്യൂച്ചർ സ്പൗസായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം, ഫാമിലിയുടെ കൂടെ, അങ്ങനെയൊന്നും ഈ പേഴ്സണ് താല്പര്യമില്ല. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാലോ എന്നൊക്കെ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, നിങ്ങളുടെ കൂടെയുള്ളൊരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ പേഴ്സൺ പ്ലാൻഡ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ അതിലൊരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു എനർജി കുറവ്, ഒരു സ്ട്രെങ്ത് കുറവ് കറൻറ്റ്ലി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഈ പേഴ്സൺ അറിയാം, ഒരു ചീറ്റിംഗ് എനർജിയോ കാര്യങ്ങളോ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ പല വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ടുണ്ട്, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് എത്രയൊക്കെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ വ്യക്തിക്കും. നിങ്ങൾ എത്രയൊക്കെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായാലും നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ, മേ ബി ഫാമിലിയിൽ ആരെങ്കിലോ ഫ്രണ്ട്സോ ഹെൽപ്പ് ചെയ്ത് ആ ഒരു തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി ഒരുമിച്ച് എല്ലാ ഇഷ്യൂസും പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. സോ അതെത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, പുതിയൊരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും, വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. പുതിയൊരു ജോലിക്കോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനോ, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടൽ കടന്നൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാം, വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് മാറി കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പല ഇഷ്യൂസും പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത സമയത്തായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ വ്യക്തിക്കും അറിയാം. അതെല്ലാം മറന്ന് പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് തന്നെ തുടങ്ങണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. ഓക്കെ, കാര്യം ഇത് യൂണിവേഴ്സായിട്ട് കൊണ്ടു തന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. ഇങ്ങനൊരു കണക്ഷൻ യൂണിവേഴ്സായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചിലരുടെ കേസിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആകുമ്പോൾ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് ഇട്ടാൽ മാത്രമായിരിക്കും അത് ഒന്നിക്കുക. ഓക്കെ, ഭയങ്കര ഒരു കണക്ഷൻ അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും പല ഇഷ്യൂസാൽ ഒരു സെപ്പറേഷനും ബ്രേക്കപ്പും ഒക്കെ വരും. പക്ഷേ എന്നാലും ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കറക്റ്റ് സമയത്തുണ്ടെങ്കിലായിരിക്കും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുക. ഓക്കെ, പ്രത്യേകിച്ചും ഫുൾ മൂണ്ടയുടെ സമയത്തൊക്കെ തന്നെ ഈ ഒരു പേഴ്സണ് ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളും, നിങ്ങളടുത്ത് മിണ്ടണം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ കൂടുതലായിട്ട് വരുന്നൊരു സമയമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ പേഴ്സൺ എവിടേക്കോ സ്റ്റക്കായി പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് നിങ്ങൾ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വന്നതിൻ്റെ, നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പേഴ്സണെ അത് ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ട്. ആള് പുറമേ സ്ട്രോങ് ആണെന്നൊക്കെ നടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ചെറിയ കാര്യം വരുമ്പോഴേ പെട്ടെന്ന് ഡൗൺ ആകുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരുപാട് ഇഷ്യൂസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം ഒടുവിലാണ് നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വന്നതും, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസിൻ്റെ ഇടയിലായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നതും കണ്ടുമുട്ടുന്നതും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായിട്ടൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ ഈ വ്യക്തിക്ക് മറക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്തോളൂ. ഈ പേഴ്സൺ എന്തായാലും നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, യൂണിവേഴ്സിനടുത്ത് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ഈ വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആകും. നിങ്ങൾക്കാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് വരേണ്ടത്. നിങ്ങളുടെ ഓറ പവർ കുറച്ച് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എഴുതിയിട്ടും ഫുൾ മൂണ്ടയിലും ഒക്കെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ഫയലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.